ഓരോ സിംഗിൾ ഐറ്റംസും നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കും. അതായത് നിങ്ങൾക്കൊരു റെസിപ്പി തരും, ഷെഫ്മാർ കൂടെ ഉണ്ടാവും, നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസ് എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അതാണ് ഡിപ്ലോമ. 1 ഇയർ പ്രോഗ്രാമാണ്. അതിൽ 6 മന്ത് ഹാൻഡ്സ് ഓൺ ക്ലാസ്, 6 മന്ത് ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെന്റ് എന്ന് പറയും. അതായത് ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യണം, ഓൺ ജോബ് ട്രെയിനിങ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്റ്റുഡൻസിനെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ WSQ ഫുഡ് ഹൈജീൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കോഴ്സ് 1 ഡേ പ്രോഗ്രാമാണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആവും. ഈ പ്രോഗ്രാം ചെയ്ത് സിംഗപ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ വെറൈറ്റി ഫുഡും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു 3-4 ഡേയ്സിന്റെ ഒരു ട്രിപ്പാണ്. കേട്ടിടത്തോളം കോസ്റ്റ്ലി ആവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇൻഗ്രീഡിയൻസ് കോസ്റ്റും ഈ സിംഗപ്പൂർ ഇതും എല്ലാം കൂടി ഉണ്ടെന്നാണ് നമുക്ക് അറൗണ്ട് 4 lakhs ആണ് ഇതിന്റെ ടോട്ടൽ പാക്കേജ്. ഇനി അതല്ല അവർക്ക് IV വേണ്ട, സിംഗപ്പൂരിന്റെ ഇത് വേണ്ട, അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീസ് വ്യത്യാസം വരും. ഇപ്പോൾ പ്രവീൺ പറഞ്ഞു കോസ്റ്റ്ലി ആണെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പേസ്ട്രി കോഴ്സ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കോസ്റ്റ് കൂടുതലുള്ള ഇതിനല്ല വിടുന്നത്. നിങ്ങൾ എന്ത് പർപ്പസിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളത് ആദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊഫഷൻ, ഒരു വിദേശത്തൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമയാണ് അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകളൊക്കെ പ്ലാൻ ഉണ്ട്, അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമ കോഴ്സ് എടുക്കാനാണ് അവരുടെ അടുത്ത് പറയാം. ഇനി അതല്ല ഒരു ഹോം ബേക്കറായിട്ട് ഒരു 1 ഔട്ട്ലെറ്റ് അത് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാം അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 3 മാസത്തെ കോഴ്സാണ്. അതിനൊരു 1,17,000 രൂപയാണ് അതിന് ഫീസ് വരുന്നത്.